പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും ഷാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസിലെ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുന്നു. കുശവൻ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. നല്ല നമ്മെ മാനപാത്രമാക്കുന്ന കർത്താവ്. ദൈവമക്കളെ, ചീത്തയായി പോയതിനെ എറിഞ്ഞു കളയുന്നവനല്ല നമ്മുടെ കർത്താവ്. ദൈവം വീണ്ടും അതിനെ ഉടച്ച് വാർത്ത് എടുക്കുന്നവനാ കർത്താവ്. ഈ പാത്രം ചീത്തയായി പോയത് കുശവന്റെ കുഴപ്പം കൊണ്ടല്ല, മണ്ണിന്റെ കുഴപ്പമാണ്. വീണ്ടും കുശവൻ അതിൽ വെള്ളമൊഴിച്ച് കുഴച്ച് അതിനെ തനിക്കിഷ്ടമുള്ള ഒരു പാത്രമാക്കി മാറ്റുക. ദൈവം നമ്മെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നമ്മളെ അണിയിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവമക്കളെ, നമ്മൾ ഉടയപ്പെടുന്നത് ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ കുഴപ്പമാണ്. എന്നാൽ നമ്മളത് അഡ്മിറ്റ് ചെയ്ത് ആ കുശവന്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചാൽ ആ കുശവൻ വീണ്ടും നമ്മളെ ഉടച്ച് ഒരു മാനപാത്രമാക്കി വാർത്തെടുക്കും. ആമീൻ. യെശയ്യാവ് 64:8 നമ്മൾ വായിക്കുന്നു. എങ്കിലും യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണിയാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ ദൈവമക്കളെ. എത്ര ചീത്തയായി പോയ അവസ്ഥയിൽ കൂടെ നീ നടക്കുന്ന വ്യക്തിയാണെങ്കിലും യേശുക്രിസ്തുവിന്റെ രക്തം നിന്നെ കഴുകി ശുദ്ധീകരിച്ച് ഒരു മാനപാത്രമാക്കി മാറ്റും. ധന്യനായ പൗലോസ്ലീഹായെ നമ്മൾ എടുത്തു പഠിച്ചാൽ അങ്ങനെയല്ലേ? കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ആമേൻ ഒരു പാത്രമാണ്. ദൈവമക്കളെ, നമ്മളെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് നീ എത്ര കൊള്ളരുതാത്ത വ്യക്തിയാണെന്ന് ലോകം വിധി എഴുതിയാലും ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ ഒന്ന് സമർപ്പിച്ച് ആമേൻ സ്തോത്രം, ഒരു എക്സ്ട്രാ ഓർഡിനറി വ്യക്തിയാക്കി സർവശക്തനായ ദൈവം നിന്നെ മാറ്റും. ഉടഞ്ഞതിനെ നന്നാക്കുന്നവനാ കുശവൻ. ഇസ്രായേൽ ഗൃഹം, രാഷ്ട്രം മൊത്തം പാപം മൂലം നശിക്കപ്പെട്ടു പോയപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനി ഇത് പണിയപ്പെടത്തില്ല. അവരെല്ലാം പ്രവാസത്തിലേക്ക് പോയി. ഇസ്രായേൽ രാഷ്ട്രം ഇല്ലാതായി തീർന്നു. താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികളായി മാറപ്പെട്ടു. നീ ഒരിക്കലും ഇത് കൂടി വരത്തില്ലെന്ന് വിജാതികൾ പറഞ്ഞു. എന്നാൽ യഹെസ്കേലിനോട് ദൈവം പറഞ്ഞു, ഈ അസ്ഥികൾ ജീവിക്കുമോ? യഹെസ്കേൽ പറഞ്ഞു, യഹോവേ, അത് നീ അറിയുന്നു. യഹോവയായ ദൈവം പറഞ്ഞു, നീ ഈ ഉണങ്ങിയ അസ്ഥികളെ നോക്കി പ്രവചിക്ക്, അസ്ഥിയോട് വന്നു ചേരും. ദൈവമക്കളെ, ചിതറിച്ചതിനെ കൂട്ടിച്ചേർക്കുന്നവനാണ് ദൈവം, തകർന്നവനെ പണിയുന്നവനാണ് ദൈവം. ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ആമീൻ ആ അറ്റുപോയ ബന്ധം അടുത്തു വരത്തില്ലെന്ന് ദുഷ്ടപിശാച് പറയുമ്പോൾ അതോർത്ത് നീ വ്യാകുലപ്പെടണ്ട. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. മടക്കിത്തരാൻ ദൈവം ശക്തനാ. നമ്മൾ വിശേഷിപ്പിക്കുന്ന മുടിയനായ പുത്രൻ, അവൻ നശിക്കപ്പെട്ടവനായി അപ്പന്റെ സന്നിധിയിൽ ഓടിപ്പോയവനാ. എന്നാൽ
അവന് സുബോധം വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അവന് സുബോധം വന്നു. അവൻ സുബോധം വന്നപ്പോൾ ചിന്തിച്ചു, എന്റെ അപ്പന്റെ വീട്ടിൽ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ പന്നികൾക്ക് കൊടുക്കുന്ന വാളവരെ തിന്നാൻ ആഗ്രഹിച്ചു, അതുപോലെ ലഭിക്കുന്നില്ല. അവൻ എഴുന്നേറ്റ് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. അപ്പൻ അവനെ കൈക്കൊണ്ടു, അവനെ പണിഞ്ഞു, അവനെ മാറോട് ചേർത്തു. ഈ കുശവൻ നിന്നെ ഉടച്ചു കളയുന്നവനല്ല, മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നവരെ അവൻ പണിഞ്ഞ് നല്ലൊരു മാനപാത്രമാക്കുന്നവനാ കർത്താവ്. ശമരിയാക്കാരിയായ സ്ത്രീ 5 ഭർത്താക്കന്മാരോട് കൂടെ ജീവിച്ചവളാ. ആമേൻ, സ്തോത്രം. എന്നാൽ 6ാമത് ഒരുവനോടുകൂടെ, ഭർത്താവല്ലാത്തവനോടുകൂടെ ജീവിക്കുക. തകരപ്പെട്ടവളാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അവളെ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു പാത്രമാക്കി മാറ്റി. ദൈവത്തിന്റെ വചനം അവളോട് സംസാരിച്ചു. ദൈവം അവളുമായി, കർത്താവായ യേശുക്രിസ്തു അവളുമായി സംഭാഷിച്ചു. അവിടെ ഹൃദയത്തിൽ അകത്തേക്ക് ദൈവത്തിന്റെ വചനം പെനട്രേറ്റ് ചെയ്തു. അവളിൽ പാപബോധമുള്ളതായി. അവളോട് സംസാരിക്കുന്ന ആരെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ വെള്ളം കോരുവാൻ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചിട്ട് തന്റെ പട്ടണത്തിലേക്ക് ഓടിപ്പോയി. ദൈവമക്കളെ, പോയതുപോലെയല്ല അവൾ മടങ്ങി വന്നത്. നാട്ടുകാരുടെ മുമ്പിൽ അവളൊരു ഹീനപാത്രമാണ്. ആമേൻ, സ്തോത്രം. അവൾ പറയുന്നത് ആരും കേൾക്കത്തില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം അവളെ രൂപാന്തരപ്പെടുത്തി. ആ പട്ടണക്കാൾ അവിടെ വരവും അവിടെ ഓട്ടവും നടത്തവും കണ്ടപ്പോൾ പറഞ്ഞു കാണും, ഇവളിൽ എന്തോ സംതിങ് സംഭവിച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞ വാക്ക് അവർ വിശ്വസിച്ചു. ആ പട്ടണം മൊത്തം യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നു. അതേ സഹോദര സഹോദരി, നാട്ടിൽ നിന്നെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കട്ടെ, നീ ഇന്ന് ആർക്കും പ്രയോജനമില്ലാത്ത ഒരു വ്യക്തിയായി ജീവിക്കുന്നുവോ? ദൈവത്തിന്റെ വചനം നിന്നെ ക്രിയ ചെയ്യുവാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തിന് നിന്നെ മാറ്റിമറിക്കാൻ കഴിയും. നിന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. നിനക്ക് വേണ്ട പേഴ്സണാലിറ്റി തന്ന് നിന്നെ മാനിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ദൈവവചനം നിന്നെ ഉടച്ചു വാർത്ത ആമേൻ മാനപാത്രമാക്കുന്നതാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. മാനസികമായി തകർന്ന ആമേൻ, സ്തോത്രം, വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുവോ? നിന്നെ പണിയുന്നവനാണ് നല്ല കുശവൻ. 38 വർഷം കുളക്കരവിൽ കിടക്കുന്നവൻ മാനസികമായി തകർന്നു. അവൻ പറയുക, വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഒന്നാമതായി വെള്ളത്തിൽ ഇറക്കുവാൻ എനിക്ക് ആരുമില്ല. ഡിപ്രഷൻസായി മാനസികമായി തകർന്നു കിടക്കുക. എന്നാൽ കർത്താവ് അവന്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ഞാനുണ്ട്, നിനക്ക് ഞാനുണ്ട്. അവന്റെ ഡിപ്രഷൻ മാറി. അവന്റെ മാനസിക അവസ്ഥകൾക്ക് വ്യത്യാസം വന്നു. എനിക്ക് വേണ്ടി ഒരുവനുണ്ട്. അവനോട് പറഞ്ഞു, നീ കിടക്കയെടുത്ത് നടക്കുക. 38 വർഷം നീ തളർന്നു കിടന്ന അതേ കിടക്കയെടുത്തുകൊണ്ട് നടക്കുക. ദൈവം അവൻ ആജ്ഞ കൊടുത്തെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിനക്ക് സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ ഡിപ്രസ്ഡ് ആക്കി, നിന്നെ മാനസിക രോഗിയാക്കി, നിന്നെ കിടത്തുന്ന ആ കിടക്കയെടുത്തുകൊണ്ട് ആമേൻ ജയോത്സവമായി നടത്തുന്ന സർവശക്തൻ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ ഈ വചനത്തിൽ കൂടെ നിന്നോട് ഇടപെടുക. ആ വചനം നിന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ആ വചനം നിന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. നിനക്കാരുമില്ലെന്ന് നീ പറയണ്ട. നിന്നെ മെനഞ്ഞ കുശവൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ തകരപ്പെട്ടതാണോ? ഉടയപ്പെട്ടതാണോ? മനുഷ്യർ നിന്നെ വലിച്ചെറിഞ്ഞു കാണും. മനുഷ്യർ നിന്നെ പുറംപറമ്പിൽ വലിച്ചെറിഞ്ഞു കാണും. എന്നാൽ നിന്നെ തേടി വന്ന നല്ല സ്നേഹം, ആ നസ്രയനായ യേശു കർത്താവ് നിന്റെ ചാരത്തുണ്ട്. പ്രിയ സഹോദര സഹോദരി, നീ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റഡായി ജീവിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ആ മാനസിക മുഖാന്തരം നീ മദ്യപാനത്തിനും മയക്കുമരുന്നിനും വെറിക്കൂത്തിനും നീ അടിമപ്പെട്ട് നിന്റെ ജീവിതം തുലയ്ക്കുന്നുവെങ്കിൽ ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ? അവരോട് ഞാൻ പറയാം, യേശുവിലേക്ക് അടുത്തുവോ. ആ നല്ല കുശവൻ നിന്നെ ഉടച്ചു വാർത്ത് ഒരു മാനപാത്രമാക്കി നിന്നെ കൊള്ളാവുന്നവനായി മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാക്കി
തീർക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ആ വചനം നിന്നോട് ഇടപെടുന്നു. സമർപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. ആരെങ്കിലും ദൈവത്തിന്റെ വചനം ടച്ച് ചെയ്തെങ്കിൽ അവർ ദൈവത്തിന്റെ സാക്ഷ്യമുള്ളവരായി തീരട്ടെ. നല്ല കുശവനായ ദൈവം നിന്റെ ജനത്തെ ഉടച്ചു വാർത്ത് അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, രോഗികളെ സൗഖ്യമാക്കും. പിന്മാറ്റക്കാരെ അങ്ങ് മടക്കി വരുത്തും. മാനസിക നില തകർന്നവരെ പണിഞ്ഞ് അവരെ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങളുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.